അസ്സലാമലൈക്കും. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ് മാനവർക്കായെന്ന് നേർവഴി കാട്ടുവാൻ മക്കത്തൂതിത്ത ഹബീബുള്ളാഹ് മങ്കകൾക്കുത്തമിയാമിന ബീവി പെറ്റ മുഹമ്മദ് സ്വല്ലല്ലാഹ്. ഒരു നാൾ നബിയും അബൂബക്കർ സിദ്ദീഖും ഒരുമിച്ചവർ സർഗുഹയിൽ പ്രവേശിച്ചു. സിദ്ദീഖുൽ അക്ബറിൻ മടിയിൽ തല വെച്ച് അന്ത്യപ്രവാചകൻ നിദ്രയിൽ പ്രാപിച്ച് ചന്ദ്രവദനം കണ്ട് സിദ്ദീഖൊരു പുഞ്ചിരി തൂകുന്നുണ്ട്. പുഞ്ചിരി തൂകുന്നു, ചുറ്റിലും നോക്കുന്നു, ഓതും പഴുതുമടക്കുന്നു. പഴുതും നടക്കുവാൻ ശീലത്തുണ്ടില്ല, പാദവിരൽ കൊണ്ടമർത്തുന്നു. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. മുത്ത് റസൂലുള്ളാഹ് സുഖമായി ഉറങ്ങുന്നു. മുഖം കണ്ട് സിദ്ദീഖ് സന്തുഷ്ടരാകുന്നു. മൂർഖൻ പാമ്പും കാലിൽ കടിക്കുന്നു. മൂർച്ഛിച്ച വേദന സിദ്ദീഖിലേറുന്നു. നബിയെ ഉണർത്തിയില്ല, സിദ്ദീഖിന്റെ വേദന മാറുന്നില്ല. പൊട്ടിയൊഴുകിയ കണ്ണീർ തുള്ളികൾ പെട്ടെന്ന് മുത്ത് റസൂലിന്റെ വട്ടമുഖത്തൽപ്പം തട്ടിയ നേരത്ത് ഞെട്ടിയുണർന്നൊന്ന് നോക്കുന്നു. ആകെ പടച്ചോന്റെ ആദ്യമുത്തായ ആദരവായ റസൂലുള്ളാഹ് ആരാധനക്കർഹനേകനാണെന്ന് സന്ദേശം നൽകിയ നൂറുള്ളാഹ്. എന്താ സിദ്ദീഖോരേ നിങ്ങൾ കരയുന്നു, എന്തു പിണഞ്ഞെന്ന് ചൊല്ലുവിൻ പെട്ടെന്ന്. എന്റെ മനതാരിൽ വേദന തിങ്ങുന്നു. എല്ലാം പറഞ്ഞ അബൂബക്കർ നബിയോട് ഉമിനീർ പുരട്ടി നബി. സിദ്ദീഖിന്റെ ഉഗ്രവിഷമിറക്കി. ആകെ പടച്ചോന്റെ